കണ്ണൂർ സർവകലാശാലയിൽ ആദ്യമായി എടത്തൊട്ടി ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ BCA ഡാറ്റ സയൻസ് കോഴ്സ് ആരംഭിക്കുകയാണ്. മലബാർ മേഖലയിൽ സാധാരണ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ പ്രാപ്യമാകുന്നതാണ് ഈ കോഴ്സ് എന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ പീറ്റർ വർഗീസ്, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എബ്രഹാം ജോർജ്, NSS പ്രോഗ്രാം ഓഫീസർ തോമസ് പോൾ എന്നിവർ ഇരിട്ടിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വളരെ വ്യത്യസ്തമായിട്ട് BCA ഡാറ്റ സയൻസ് എന്നൊരു കോഴ്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് ആരംഭിക്കുകയാണ്. BCA ഡാറ്റ സയൻസ് മറ്റ് കോളേജുകളിലൊന്നുമില്ല, യൂണിവേഴ്സിറ്റി സെൻറ്ററുകളിലുമില്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 മാത്തമാറ്റിക്സ് പഠിക്കാത്ത വിദ്യാർത്ഥികൾക്കും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനായിട്ടുള്ള വലിയൊരു അവസരമാണ്. BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്കും BCA ഡാറ്റ സയൻസ് പഠിക്കാനായിട്ട് സാധിക്കും. BCA ഡാറ്റ സയൻസ് ഇന്നത്തെ ലോകത്തിൽ ജോലിക്കായിട്ട് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കോഴ്സാണ്. വലിയ വാതായനങ്ങൾ തുറക്കുന്ന ഒരു കോഴ്സാണ് BCA ഡാറ്റ സയൻസ്. ഈ കോഴ്സ് പഠിക്കുന്നവർക്ക് ബിസിനസ് അനലിറ്റിക്സ്, ഡാറ്റ എക്സ്പേർട്ട്, അതുപോലെ തന്നെ ഡാറ്റ സയൻറ്റിസ്റ്റ് മുതലായ ജോലി സാധ്യതകളുള്ള ഒരു കോഴ്സാണിത്. അതോടൊപ്പം തന്നെ മൾട്ടിനാഷണൽ കമ്പനികളായിട്ടുള്ള EY, KPMG മുതലായ കമ്പനികളിലും ഈ ഒരു കോഴ്സ് അവർക്ക് ജോലിക്കുള്ള സാധ്യത തുറന്നിടും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ കിട്ടുന്ന ശമ്പളവുമെല്ലാം വളരെ ഉയർന്ന ശമ്പളമാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ഡാറ്റ സയൻസ് മേഖലയിൽ ജോലി ചെയ്യുന്നുള്ളൂ. നമ്മൾ കേരളത്തിൽ വളരെ കുറച്ച് കോളേജുകൾ മാത്രമേ ഡാറ്റ സയൻസ് ഓഫർ ചെയ്യുന്നുള്ളൂ. നമ്മുടെ വിദ്യാർത്ഥികൾ, സാധാരണക്കാരായിട്ടുള്ള പലരും ഇന്ന് ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് കേരളത്തിന് പുറത്തേക്ക് പോകുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ സാധാരണക്കാരായ മാതാപിതാക്കൾ വലിയ ലോണെല്ലാം എടുത്താണ് അവരെ പറഞ്ഞു വിടുന്നത്. നമ്മുടെ കേരളത്തിന് പുറത്ത് ഏകദേശം ഒരു 7 ലക്ഷം രൂപയോളം ഫീസ് ഉണ്ടാകും. പിന്നെ ഹോസ്റ്റൽ ഫീസ് എല്ലാം കൂടെ ചേർന്ന് 10 ലക്ഷത്തോളം പഠിക്കേണ്ട ഈ കോഴ്സ് നമ്മുടെ ഈ മലയോര മേഖലയിൽ ഡീപ്പോളിൽ നമുക്ക് ഒരു 2 ലക്ഷത്തിൽ കൂടുതൽ താഴെയായിട്ട് 3 വർഷം കൊണ്ട് പഠിച്ചിറക്കാം. അതുപോലെ തന്നെ ഈ കോഴ്സിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് AI, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മുതലായ ആഡ് ഓൺ കോഴ്സും ലഭിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് ആരംഭിക്കുന്ന ഈ റെഗുലർ കോഴ്സ് വിദ്യാർത്ഥികൾ പ്രയോജനപ്പെടുത്തുന്ന ഏറ്റവും നല്ലതായിരിക്കും എന്ന കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കോളേജിൽ ആഡ് ഓൺ കോഴ്സ് വളരെയധികം ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതായത് ഏത് ഡിഗ്രി പഠിക്കുന്ന കുട്ടിക്കും വളരെ ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് LBSൻ്റെ ലാൽ ബഹദൂർ ശാസ്ത്രി സെൻറ്റർ ഇന്ന് കേരളത്തിലാകെ ഗവൺമെൻറ് അംഗീകാരമുള്ള ഒരു കോഴ്സ് LBS പ്രൊവൈഡ് ചെയ്യുന്ന കമ്പ്യൂട്ടർ കോഴ്സുകളാണ്. ഞങ്ങളുടെ കോളേജിൽ ഡിഗ്രിക്ക് ചേരുന്ന കുട്ടികൾക്ക് DCA ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന LBSൻ്റെ ആ ഒരു ഡിഗ്രി ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. കുട്ടികളോട് ഒരു പൈസ പോലും ട്യൂഷൻ ഫീ മേടിക്കാതെ ആകെ എക്സാം ഫീ മാത്രം അത് LBSലാണ് കെട്ടേണ്ടത്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോളേജിലും DCA കുട്ടികൾക്ക് അത് അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നാണ്. മറ്റൊന്ന് ഞങ്ങളുടെ റിസൾട്ട് തന്നെയാണ്. ഈ അടുത്തുള്ള ചില വർഷങ്ങളിൽ ഈ അടുത്തുള്ള എയ്ഡഡ് കോളേജായാലും ഗവൺമെൻറ് കോളേജുകളായാലും അവരുടെയൊക്കെ റിസൾട്ടിൻ്റെ മുകളിലാണ് ഡീപോൾ കോളേജിൻ്റെ റിസൾട്ട്. BCom തന്നെ 2 ബ്രാഞ്ചുണ്ട്. BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുണ്ട്, BCom ഫിനാൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ അവിടെ വരുന്ന കുട്ടികളെ ഞങ്ങൾ അധികം ശ്രദ്ധിക്കുന്നത് അവരെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ MBAക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, അതുപോലെ തന്നെ CAT എഴുതാനുള്ള ട്രെയിനിങ്, ഇങ്ങനത്തെ അതായത് പരമ്പരാഗതമായ കോഴ്സുകളിലേക്ക് കുട്ടികളെ തിരിച്ചുവിടാതെ അവർക്ക് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് തിരിച്ചുവിടാനാണ് ഡീപോൾ കോളേജ് എപ്പോഴും ശ്രദ്ധിക്കുന്നത്. എല്ലാ വർഷവും ഞങ്ങളുടെ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികൾ മിനിമം 10 കുട്ടികളെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെ അവർക്ക് MBAക്ക് അഡ്മിഷൻ കിട്ടുന്നു എന്നുള്ള പ്രത്യേകത ഈ നാട്ടിൽ എത്ര പേർക്ക് അറിയാമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതൊരു സത്യമാണ്. അവിടുന്ന് അപ്പോൾ 100% പ്ലേസ്മെൻ്റ് ആണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക്. അപ്പോൾ ഞങ്ങളുടെ കോളേജ് ഒരു ചാനലായിട്ട് വർക്ക് ചെയ്യുകയാണ് കുട്ടികളെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും മികച്ച MBA കോളേജുകളിലേക്കും ഒക്കെ പറഞ്ഞു വിടാൻ. പിന്നെ മറ്റ് പ്രത്യേകത കോളേജിൻ്റെ പറയാനാണെങ്കിൽ അവിടെ NCC ഉണ്ട്, അതേപോലെ NCC അതുപോലെ തന്നെ NSS ഉണ്ട്. NSSനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ വട്ടത്തെ സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് പ്രോഗ്രാം ഓഫീസർ, ബെസ്റ്റ് യൂണിറ്റ്, ബെസ്റ്റ് വോളണ്ടിയർ കഴിഞ്ഞ ഒരു 1.5 വർഷം കൊണ്ട് നിർമ്മിച്ചു കൊടുത്ത വീടുകളുടെ എണ്ണം 10ഓളം വീടുകൾ ഇപ്പം പൂർത്തീകരിക്കാൻ പോവുക. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരു കോളേജും 10ഓളം വീടുകൾ ഈ ഒരു 1.5-2 വർഷം കൊണ്ട് നിർമ്മിച്ച ചരിത്രമില്ല. അത് ഞങ്ങളുടെ കോളേജിലെ NSSഉം അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ചെറിയൊരു സഹായത്തോടു കൂടി ആണ് ഈ നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ NSS കുട്ടികളെ സംബന്ധിച്ചോളം ക്രിയേറ്റീവായി അതുപോലെ തന്നെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത അത് വെളിവാക്കാനും ഒക്കെയുള്ള ഏറ്റവും നല്ലൊരു താവളം തീർച്ചയായിട്ടും ഡീപോൾ കോളേജാണ്. അതുപോലെ തന്നെ സ്പോർട്സ്, NCC, റിസൾട്ട്, പിന്നെ പ്ലേസ്മെൻറ്റ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന ഒരു കോളേജാണ്. ഞങ്ങളുടെ തന്നെ ഒരു കോളേജ് അങ്കമാലിയിലുണ്ട്.
അപ്പോൾ ഒരു ടൗൺ പ്രദേശത്തേക്കാണ് തീർച്ചയായിട്ടും കമ്പനികൾ അധികവും പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ അങ്കമാലിക്ക് കൊണ്ടുപോകാറുണ്ട് പ്ലേസ്മെൻറ്റിന്. എങ്ങനെയായാലും ഒരു വർഷത്തിൽ ഒരു 10-15 കുട്ടികൾക്കെങ്കിലും അങ്കമാലിയിൽ നിന്ന് അവർക്ക് നല്ല നല്ല കമ്പനികളിലേക്ക് പ്ലേസ്മെൻറ്റ് ലഭിക്കാറുമുണ്ട്. പിന്നെ UGC നിഷ്കർഷിക്കുന്ന യോഗ്യത, നെറ്റും അതുപോലെ തന്നെ PhDയും ഒക്കെയുള്ള അധ്യാപകരാണ് ഭൂരിപക്ഷം അധ്യാപകരും അവിടെ ജോലി ചെയ്യുന്നത്. നമുക്ക് +2 കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് കുട്ടികൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ ചേരാം. സയൻസുകാർക്ക് ചേരാം, പിന്നെ കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും ചേരാം. നമ്മുടെ ഏരിയയിലുള്ള മിക്ക +2ലും കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് ഉള്ളത്. അപ്പോൾ ആ കുട്ടികൾക്ക് ഇതിലേക്ക് ചേരാം. സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് മുഴുവൻ ചേരാം.